നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. ഈ സാഹചര്യത്തിൽ വേദനയുണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് സൗദി ധനകാര്യമന്ത്രി മുഹമ്മദ് അൽ ജദാൻ. 70 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് രാജ്യം നീങ്ങുന്നത്. ഇതിനാൽ വരാനിരിക്കുന്നതിലെ ഏറ്റവും മോശം അവസ്ഥ കണക്കാക്കിയാണ് രാജ്യം പദ്ധതികൾ തയ്യാറാക്കുന്നത്. സ്വദേശികളുടെ ജോലി സംരക്ഷണം പാലിച്ചുകൊണ്ട് തന്നെ ഉറച്ച തീരുമാനങ്ങളുണ്ടാകും. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൻകിട പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് തത്കാലം വൈകിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രാ ചെലവുകളും പുതിയ പ്രൊജക്ടുകളും താത്കാലികമായി വെട്ടിക്കുറക്കാനും ആലോചനയുണ്ട്. നിലവിൽ വിവിധ വകുപ്പുകൾക്കായി നീക്കിവെച്ച തുകകളിൽ വലിയൊരു പങ്ക് ആരോഗ്യ മേഖലയിലേക്ക് വകമാറ്റേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളതെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു. ഏതൊക്കെ മേഖലയിൽ നിന്നും വകമാറ്റണം എന്നതും ഏതൊക്കെ പദ്ധതികൾ വൈകിപ്പിക്കുമെന്നതും ധനകാര്യ മന്ത്രാലയം ചർച്ച ചെയ്ത് തീരുമാനിക്കും. പ്രൊജക്ടുകളും വൻകിട പദ്ധതികളും വൈകിപ്പിക്കുന്നതോടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന് സാമ്പത്തിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിലും സ്വദേശികളുടെ ജോലി സംരക്ഷിക്കുമെന്ന് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. നിലവിലെ സാഹചര്യം മറികടക്കാൻ കരുതൽ ധനം ഉപയോഗപ്പെടുത്തും. പ്രശ്നങ്ങൾ മറികടക്കാനാകുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ജദ്ആൻ ചൂണ്ടിക്കാട്ടി. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ തന്നെ വലിയ വരുമാന ഇടിവാണ് ലോകത്തെ എല്ലായിടത്തെയും പോലെ സൗദിയിലും ഉണ്ടായത്. അടുത്ത 6 മാസങ്ങളിലും ഈ പ്രതിസന്ധി ശക്തമായി ഉണ്ടാകുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇത് മുൻകൂട്ടി കണ്ടുള്ള നീക്കം ഗുണം ചെയ്യുമെന്നാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. നിലവിൽ തന്നെ രാജ്യത്തെ വിവിധ പദ്ധതികൾ സ്തംഭനാവസ്ഥയിലാണ്. സൗദിയിൽ കോവിഡ് വലിയ ആഘാതമാണ് സൃഷ്ടിക്കുന്നത്. രാജ്യത്തെ 7 ആശുപത്രികളിൽ 4 രീതിയിലാണ് കോവിഡ് വൈദ്യ പരിശോധന നടക്കുന്നത്. ആഗോള ഏജൻസികളുമായി ചേർന്ന് നടത്തുന്ന ക്ലിനിക്കൽ പഠനം ഈ രംഗത്തെ ഗവേഷണങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നും സൗദി വക്താവും പറഞ്ഞിരുന്നു. സാമൂഹിക നിരീക്ഷണം ശക്തമാക്കിയതിനെ തുടർന്ന് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുവെങ്കിലും പോസിറ്റീവായി ബാധിക്കുന്നവർ നിയന്ത്രണ വിധേയമാണ്. നിലവിൽ ലഭ്യമായിട്ടുള്ള ഒരു രീതിയും വൈറസിനെ വിജയകരമായി നേരിടാനുള്ള ഒന്നായിട്ടില്ല. ഈ രംഗത്ത് ഗവേഷണം തുടരുകയാണെന്നും വക്താവ് പറഞ്ഞിരുന്നു. പ്ലാസ്മ ചികിത്സയും രാജ്യത്തിന്റെ 3 ഇടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നും അന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.